ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി മുസ്ലിം ലീഗും സമസ്തയും പോർമുഖത്ത്. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമുണ്ടെന്ന് പാണക്കാട് തങ്ങൾ. സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടിയെ അകറ്റി നിർത്തണമെന്ന് ഉമർ ഫൈസി മുക്കം. സോഷ്യൽ മീഡിയയിൽ പാണക്കാട് തങ്ങളാണോ സമസ്ത പ്രസിഡന്റാണോ പരമോന്നത നേതാവ് എന്ന ചോദ്യമുയർത്തി ക്യാമ്പയിൻ. ഇടതുപക്ഷത്തിന്റെ കുതന്ത്രത്തിൽ വീണുപോകാതിരിക്കാൻ UDF ക്യാമ്പിൽ അതീവ ജാഗ്രത. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലി മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടൽ പുതിയ തലങ്ങളിലേക്ക്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയും UDFും സഹകരണമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയതും മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തണമെന്ന് സമസ്ത ആവർത്തിച്ചതും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞുകയറി സമസ്തയെയും വിശ്വാസികളെയും നശിപ്പിക്കുമെന്നും അവരോട് അകലം പാലിക്കണമെന്നും സമസ്ത കേരള ജമയത്തുൽ ഉലമ മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ആഹ്വാനം ചെയ്തത് മുസ്ലിം ലീഗ് നിലപാടിന് എതിരാണ്. വെൽഫെയർ പാർട്ടി ബന്ധം LDF UDFിനെതിരെ പ്രചരണായുധമാക്കുന്നതിനിടെയാണ് സമസ്ത നേതൃത്വവും രംഗത്ത് വരുന്നത്. അതേസമയം LDFിന്റെ പ്രചരണത്തിന് ശക്തമായി മറുപടി നൽകാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാന തലത്തിൽ ഔദ്യോഗികമായ ധാരണയോ സഹകരണമോ നിലവിലില്ല. മറിച്ച് ചില പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രാദേശിക വിഷയാധിഷ്ഠിത ക്രമീകരണങ്ങളാണുള്ളതെന്നാണ് സാദിഖ് അലി തങ്ങളുടെ വിശദീകരണം. UDFിനെ കുറ്റപ്പെടുത്തുന്ന LDFും വെൽഫെയർ പാർട്ടിയുമായി പല സ്ഥലങ്ങളിലും സഹകരിക്കുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. UDFിനോട് സഹകരിക്കുന്നത് പോലെ വെൽഫെയർ പാർട്ടി LDFിനോടും സഹകരിക്കുന്നു. എന്നാൽ അത് രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നതാണ് വ്യത്യാസമെന്നും സാദിഖ് അലി തങ്ങൾ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും അടിത്തട്ടിൽ വിശകലനം ചെയ്യുന്ന ഒന്നാണ്. പിണറായി സർക്കാരിന്റെ കീഴിൽ കേരളം നേരിടുന്ന വികസനത്തിലെ മുരടിപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന CPIM നിലപാട് ശരിവെക്കും വിധമാണ് സമസ്തയുടെ നീക്കങ്ങൾ. മറ്റു നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചു നോക്കി ആളെ കിട്ടാതെ വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയുമായി വന്നതെന്നും എവിടെയുമില്ലാത്ത പാർട്ടിയുമായി കൂട്ടുപിടിക്കരുതേയെന്നും ഉമർ ഫൈസി മുക്കം പറയുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിൽ നുഴഞ്ഞുകയറാനാണ് അവർ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ സമസ്തയെയും വിശ്വാസികളെയും ഇസ്ലാമിനെയും ഒക്കെയും അവർ തകർക്കുമെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി മലപ്പുറം ജില്ലയിൽ മാത്രം 30ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലാണ് UDF സഖ്യമുള്ളത്. മലപ്പുറം കോഡൂർ പഞ്ചായത്തിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയെ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. പൊന്മുണ്ടത്താണ് മുസ്ലിം ലീഗ് വെൽഫെയർ സഖ്യം ആദ്യം പ്രഖ്യാപിച്ചത്. 4 സീറ്റാണ് വെൽഫെയർ പാർട്ടിക്ക് കൂട്ടിലങ്ങാടിയിലുള്ളത്. വളാഞ്ചേരി, തിരൂർ, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, കൊണ്ടോട്ടി നഗരസഭകളിലും അങ്ങാടിപ്പുറം, മേലാറ്റൂർ, മക്കരപ്പറമ്പ്, വെട്ടത്തൂർ, വെട്ടം, കീഴാറ്റൂർ, ഏലംകുളം, പറപ്പൂർ, കണ്ണമംഗലം, എടപ്പാൾ, എടയൂർ, മമ്പാട് പഞ്ചായത്തുകളിലും സഖ്യമുറപ്പിച്ചു. പടപ്പറമ്പ്, നിറമരുതൂർ ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDFിനു വേണ്ടി വെൽഫെയർ പാർട്ടിയാണ് മത്സരിക്കുന്നത്. വെട്ടത്ത് ജമാഅത്തെ ബന്ധത്തിൽ പ്രതിഷേധിച്ച ലീഗ് നേതാവും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ബക്കർ പറവണ്ണ രാജിവെച്ച CPMുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. കൊണ്ടോട്ടി നഗരസഭയിൽ കോൺഗ്രസ് വാർഡ് വെൽഫെയർ പാർട്ടിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കൗൺസിലർ PP റഹ്മത്തുള്ള രാജിവെക്കുകയും ചെയ്തു. നന്നമ്പ്രയിലെ സിറ്റിംഗ് സീറ്റ് വെൽഫെയറിന് നൽകിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ കുഴിമണ്ണ വിമതനാവുകയും ചെയ്തു. കൂട്ടിലങ്ങാടിയിൽ വെൽഫെയർ പാർട്ടിയുമായി ചേർന്നാണ് UDF ഭരണം. പറപ്പൂരിൽ വെൽഫെയർ അംഗം സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആയിരുന്നു. 2020-ൽ പലയിടത്തും സ്വതന്ത്രരായാണ് വെൽഫെയർ മത്സരിച്ചതെങ്കിൽ ഇത്തവണ സ്വന്തം ചിഹ്നത്തിലാണ്. അതിനിടെ സോഷ്യൽ മീഡിയയിൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും തമ്മിലടുപ്പിക്കുന്ന വിധത്തിലുള്ള ചർച്ചകൾക്ക് ചിലർ തുടക്കമിട്ടു. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായിട്ടാണ് UDF നോക്കിക്കാണുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പരമോന്നത നേതാവ് ആര് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിട്ടുള്ളത്.
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്തുണയ്ക്കുന്നവരും തമ്മിലാണ് വിഷയത്തിൽ പോര് കനക്കുന്നത്. മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമാണ് ചർച്ചയിലെ കേന്ദ്രബിന്ദുക്കൾ. സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും വിഷയത്തിൽ ഇതുവരെ പ്രതികരണത്തിന് ഇരുപക്ഷത്തെയും നേതാക്കൾ തയ്യാറായിട്ടില്ല. ചർച്ചകളിൽ നിന്നും നേതാക്കൾ മനഃപൂർവ്വം അകലം പാലിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. UDF-ലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗിനെ പിളർത്താനുള്ള CPM-ന്റെ ഗൂഢതന്ത്രമാണ് സോഷ്യൽ മീഡിയയിലെ ഈ ക്യാമ്പയിൻ എന്ന വിലയിരുത്തലിലാണ് UDF. അതുകൊണ്ട് തന്നെ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങളെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് UDF മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നൽകുന്ന നിർദ്ദേശം.